ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും വലിയ നോമ്പിന്റെ വിശുദ്ധമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പകുതി വഴി പിന്നിട്ട് അടുത്ത പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പിന്നിട്ട വഴികളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് മാറ്റം വരുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, എന്ത് നേടുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏറെ കുറവുകളും പരായ്മയുമുള്ള മനുഷ്യൻ അറിഞ്ഞു പറയാതെയും പലപ്പോഴും പല തെറ്റുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അറിയാതെ വരുന്നൊരു തെറ്റാണ് അവൻ്റെ വാക്കുകളെ പ്രവർത്തനങ്ങളാക്കി തീർക്കുവാനായിട്ട് അവന് കഴിയുന്നില്ല. പലപ്പോഴും ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് കഴിയുമെന്ന്, നടപ്പാക്കുവാനായിട്ട് കഴിയുമെന്ന് ഉറപ്പുള്ള പലതും അവൻ്റെ ജീവിതത്തിലെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുമ്പോൾ അതിനെ ജീവിതം കൊണ്ട് പ്രവർത്തനങ്ങളാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നില്ല. ക്രിസ്തുവിന്റെ ശിഷ്യരെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. ഓരോ ബലിപീഠത്തിന്റെ മധ്യയും നമസ്കാരങ്ങൾക്കിടയിലൂടെയും കടന്നു പോകുമ്പോൾ യാചനയോടെ, ദൈവഭക്തിയോടെ മനുഷ്യൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇതിലെ മനോഹരമായൊരു വാക്യമാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. സത്യത്തിൽ നമ്മുടെ കടങ്ങൾ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ കുറ്റപ്പെടുത്തിയവർ, നമ്മളെ മാറ്റി നിർത്തിയവരോടും നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ക്രിസ്തു രക്ഷിതാവാണ് എന്ന്, ക്രിസ്തു പ്രകാശമാണ് എന്ന് നമ്മൾ അധരങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയുമ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കത് കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 29-30 വാക്യങ്ങളില് ക്രിസ്തു തന്റെ ശിഷ്യരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന്. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസിലേക പറഞ്ഞ മനോഹരമായൊരു വാക്യമുണ്ട്, അങ്ങ് ദൈവത്തിന്റെ പുത്രനായ മെശിഹയാണ് എന്ന്. യഥാർത്ഥത്തിൽ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ പത്രോസിന് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ തന്റെ പ്രതിസന്ധികളില്, തന്റെ പ്രതികൂല അവസ്ഥകളില് ആ ഏറ്റുപറഞ്ഞ കാര്യത്തിനെ, ഏറ്റുപറഞ്ഞ സത്യത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുന്നില്ല. പത്രോസ്ലീഹ തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയ കാലഘട്ടങ്ങളില് പ്രതിസന്ധികളിൽ പലപ്പോഴും വീണ്ടുപോയിട്ടുണ്ട്. ക്രിസ്തുവിനെ വധിക്കുവാനായി യഹൂദന്മാർ ബന്ധിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയേണ്ടി വന്ന പ്രിയ ശിഷ്യന് അന്ന് അധരങ്ങൾ കൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ മെശിഹയാണ് എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ പ്രവൃത്തി കൊണ്ട് അത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, പ്രതികൂല അവസ്ഥകളില് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞവർ, ക്രിസ്തുവിന്റെ പ്രകാശമാണ്, ക്രിസ്തു രക്ഷകനാണ്, ക്രിസ്തു ജീവിതത്തില് ദൈവീകമായ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവനാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മൾക്കത് പ്രവൃത്തിയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഉദ്ധാനം കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തില് ക്രിസ്തു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടുമെന്ന്. പത്രോസ്ലീഹ സിഹിയോനുടിശാലയില് പെന്തക്കോസ്ത് പെരുന്നാളിന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തില് മുന്നോട്ടുള്ളതായ ആ കാലഘട്ടങ്ങളെ പരിശോധിക്കുമ്പോൾ സഭയെ സ്ഥാപിക്കുവാനും തന്റെ ദൈവജനത്തിനെ ക്രിസ്തുവിലേക്ക് ജ്ഞാനസ്നാനത്തിലൂടെ അടുപ്പിക്കുവാനുമായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും മുന്നോട്ട് പോകുവാൻ സഭയുടെ തലവനായിട്ട് മാറുവാനായിട്ട് പത്രോസിന് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികളില്, പ്രതികൂല അവസ്ഥകളിൽ വീണു പോകുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ, ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാണ് എന്ന്, ക്രിസ്തു ദൈവീകമായ അത്ഭുതങ്ങൾ അടയാളങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ലോകത്തിന് മുൻപില് പ്രഖ്യാപിക്കുവാൻ, ലോകത്തിന്റെ മുൻപില് ദൈവത്തിന്റെ സാക്ഷികളായിട്ട് തീരുവാൻ പരിശുദ്ധാത്മാവെന്ന സഹായകനെ നമുക്ക് ആവശ്യമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ക്രിസ്തുവാകുന്ന വാക്കിനെ അധരങ്ങൾ കൊണ്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന സഹായകനിലൂടെ അത് പ്രവൃത്തിയായി ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തില് ഈ നോമ്പ് കാലഘട്ടത്തില് നമുക്ക് കണ്ടെത്തുവാൻ, നമുക്ക് ജീവിതത്തിൽ നേടുവാനുള്ള
ഒരു നേട്ടമായി മാറുവാൻ ഈ ഒരു ദൈവികമായ സന്ദേശം നിങ്ങൾക്ക് മുഖാന്തരമായിട്ട് തീരട്ടെ. ക്രിസ്തുവാകുന്ന വാക്കിനെ പരിശുദ്ധാത്മാവെന്ന സഹായകനിലൂടെ ലോകത്തിന് സാക്ഷികളായിട്ട് തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ സഹായിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.